എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 5 സിനിമകളുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മെഗാസ്റ്റാറിനെ നായകനാക്കി ഏപ്രിൽ മാസം 10 വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ബസൂക. ആദ്യ ദിവസം മുതൽ മിക്സ്ഡ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 5ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വിഷു ദിനത്തിൽ 2 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 12 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ബസൂക്ക എന്ന സിനിമയുടെ ആദ്യ 5 ദിവസത്തെ കേരള ഷെയർ കളക്ഷൻ 5 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അതേസമയം ബസൂക്ക എന്ന സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 20 കോടിയോളം ഗ്രോസ് കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയ സിനിമ ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം ആദ്യ 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 23 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അതേസമയം വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത രണ്ടാമത്തെ സിനിമയാണല്ലോ നസ്ലിൻ നായകനായി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന. വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഏറ്റവും മികച്ച കളക്ഷനും നേടിയ സിനിമ കൂടിയാണ് ആലപ്പുഴ ജിംഖാന. ചിത്രത്തിന്റെ 5ാം ദിവസമായി ഇന്നലെ വിഷു ദിനത്തിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 16 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 26 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ഇതോടെ ഏപ്രിൽ മാസം 10 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടി വിഷു വിന്നറായി ഇതിനോടകം തന്നെ നസ്ലിന്റെ ആലപ്പുഴ ജിംഖാന മാറിയിരിക്കുകയാണ്. ഇനി വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ബേസിൽ ജോസഫ് നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ മരണമാസ്. ടോവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫിനെ നായകനാക്കി ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 10 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി മികച്ച അഭിപ്രായം നേടിയ സിനിമ കൂടിയാണ് മരണമാസ്. നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 5ാം ദിവസമായി ഇന്നലെ വിഷു ദിനത്തിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ മരണമാസം സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 7 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം ആദ്യ 4 ദിവസം കൊണ്ട് 2,50,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 5ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം ആദ്യ 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 10 കോടിയും കടക്കുന്നതാണ്. വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ 3 മലയാള സിനിമകളിൽ വെച്ച് ഏറ്റവും കുറവ് കളക്ഷൻ നേടിയെടുത്തത് നിലവിൽ മരണമാസം തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ഏപ്രിൽ മാസം 10 തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ തമിഴിലെ ഏറ്റവും പുതിയ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ തലജിത്ത് നായകനെത്തിയ ഗുഡ് ബാഡ് അഗ്ലി. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള കേരള വേൾഡ് വൈഡ് ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം ആദ്യ 4 ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 87,25,00,000 രൂപയും ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും 3,85,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ കർണാടകം ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 9,50,00,000 രൂപയും നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,35,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 1,35,00,000 രൂപയുമാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അതേസമയം ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് ഓവർസീസിൽ നിന്ന് മാത്രം 48,75,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 153,05,00,000 എത്തിയിരിക്കുകയാണ്. ഇനി 5ാം ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 5ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,85,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ആദ്യ 4 ദിവസം കൊണ്ട് 153 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 5ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 30 കോടിയോളം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ തലജിത്ത് നായകനെത്തിയ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 153 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രം 6ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. ഇനി കഴിഞ്ഞ മാസം ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ വിജയമേറിയ സിനിമ കൂടിയാണല്ലോ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ L2 എമ്പുരാൻ. നിലവിൽ 19 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ 19 ദിവസമായി ഇന്നലെ വിഷു ദിനത്തിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 60,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 19 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 85,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം L2 എമ്പുരാൻ എന്ന സിനിമ ആദ്യ 18 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 261 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ 19ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 262 കോടിയും കടക്കുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.